ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരിക്കും, ഞാൻ ഇപ്പൊ പൊയ്ക്കോളാം. ഞാൻ വേറെ ഒന്നിനല്ല വന്നത്. നമ്മളെ കുറ്റിപ്പുറങ്ങാക്കേ തുണി പൊന്തിച്ച് കാണിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് അതിനെ ഹെലൻസ് പാട്ട മറ്റേ ഒരു റിപ്ലൈ കൊടുത്തു. അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് വേറൊരുത്തി ഇറങ്ങിയിരിക്കുന്നു. കണ്ടീന്ന് നിങ്ങളെ? ഇല്ല അല്ലേ? ഞാൻ കാണിച്ചതാ. നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ്. അതെ, നമ്മുടെ സമൂഹം മുഴുവൻ കടുവകളാണല്ലോ. പച്ചക്ക് മനുഷ്യരെ തിന്നുന്നത്. എന്തിനാ തിന്നണെന്ന് കൂടി കേൾക്കാം. ആരും ഒന്നും അംഗീകരിക്കില്ല. ഇല്ല. ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവര് നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. ഇപ്പൊ എന്നെ പോലെ തന്നെ. ഇവളാരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയോ? ഇതുവരെ മറ്റേ അലൻ ജോൺസ് പെരേരന്റെ പിന്നാലെയായിരുന്നു. അവിടുന്ന് ഒരു ക്ലച്ചും പിടിച്ചില്ല. അപ്പൊ നേരെ ഇവന്റെ പിന്നാലെ കൂടി ഓന്റെ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഇതാ കേട്ടോ. എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുകയായിരുന്നു. പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക്ക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാകാൻ വേണ്ടിയിട്ട്. കേട്ടോ നിങ്ങളെ? വൈറലാകാൻ ഒരാഗ്രഹം ഇല്ലാത്ത ചേച്ചിയാ. മനസ്സിലായോ? മറ്റേ ജാസിന്റെ പിന്നാലെ ഇപ്പൊ കൂടിയിരിക്കണത് നെഞ്ഞത്താകാൻ വേണ്ടിട്ടാ, വൈറലാകാൻ വേണ്ടിട്ടല്ല. എന്ത് ജന്മ അതൊക്കെ അല്ലേ? എന്നിട്ടിപ്പോ എന്താ പറയണ അറിയോ? 2020 മുതലുള്ള പരിചയമാണ്, അതുകൊണ്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്താണെന്ന്. എന്നപ്പോ 2000 മുതല് പിന്നെ എനിക്ക് പരിചയമുള്ള പെണ്ണുങ്ങളുണ്ട്, ഓൽക്കൊക്കെ ഞാൻ വിളിച്ചാൽ പൊന്തിച്ച് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഉണ്ടാവും. 2000 മുതല് വരെ എനിക്ക് പരിചയമുള്ള പെണ്ണുങ്ങളുണ്ട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഡെയിലി ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കാം. അതൊരു പ്രശ്നമില്ലല്ലോ. അമ്മച്ചിയുടെ കണക്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ? കുടുംബത്ത് പറഞ്ഞവർക്കൊക്കെ ഇത് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുമ്പോ ചേള്ള അടിച്ചട പൊളിക്കും. അതന്നെ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ടൈം ഉണ്ടാവില്ല. പിന്നെ മാത്രല്ല, മുപ്പത്തിയേറെ വേറെ വീഡിയോ കൂടി ഇതാ കേട്ടോ. എനിക്ക് തോന്നുന്നു ജാസിയുടെ എല്ലാവർക്കും കുശുമ്പാണ് ജാസിയുടെ വളർച്ചയിൽ. അല്ലെ ജാസി എപ്പോഴും ഇങ്ങനെ തന്നെ. ഞാൻ കാണുന്ന സമയം പോലെ ജാസി സോഷ്യൽ മീഡിയ നിറ സാന്നിധ്യമാണ്. അപ്പൊ അതിന്റേതായ കുശുമുണ്ട്. പിന്നെ ജാസിയുടെ കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോൾ കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടും. ചത്ത് കിടക്കുന്ന അക്കൗണ്ട് ഒക്കെ ഒന്ന് കയറി വരും. അതുകൊണ്ട് കുറെ ആൾക്കാർ അതേ പിടിച്ചോണ്ടങ്ങ് ഇറങ്ങി നിൽക്കുക. ആ ജാസിയുടെ വീഡിയോസ് ചെയ്ത് പിന്നുന്നു. അമ്മച്ചി പിന്നെ ജാസിയുടെ കൂടെ മറ്റേ എന്താ നന്മ മര, അതായത് ഓന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം കൂടിയതാ, അല്ലാതെ ഫേമസ് ആകാൻ വേണ്ടിയിട്ടൊന്നും അല്ല. മനസ്സിലാക്കണം. ഭയങ്കര ത്യാഗമുള്ള അമ്മച്ചിയാണ്. ഇതാ ഇനി ഞാൻ വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ശരി, അമ്മച്ചിനെ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. അമ്മച്ചി ഈ വീഡിയോ ഒന്ന് കണ്ടേ. ഈ ആളാരും അമ്മച്ചി ഈ ആളാണ് ഈ ആള്. ജാസി ആണ്, ഓനാണെന്ന് ഓൻ തന്നെ പറയണു. പിന്നെന്താ അമ്മച്ചിക്ക് പ്രശ്നം? സമൂഹത്തില് ചെറിയ മക്കളെ വരെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്ത് കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങൾ കണ്ടിട്ട് അതിനെതിരെ സംസാരിക്കുന്നവർ മുഴുവൻ ജാസിനോടും നിന്നോടൊക്കെ അസൂയുള്ളവരാണെങ്കിൽ എനിക്ക് അസൂയയാണ്. മനസ്സിലായോ? ഒന്നുമില്ലെങ്കിൽ ഈ അമ്മച്ചെ അടക്കം ഈ ജാസിയുടെ പേരിലല്ലേ ഇപ്പൊ ഈ ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയണത്. 2020 മുതൽ ബന്ധമുണ്ട് ഇത്രേ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, തുണിയൊക്കെ പൊന്തിച്ച് കാണിച്ചു. തുണി ഇല്ലാതെ വേണമെങ്കിൽ അവന്റെ പെരീക്ക് ആണ് വിരുന്നും പോകാം. അതിനൊക്കെ പറ്റുമല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 കൊല്ലം 5 കൊല്ലത്തെ പഴക്കമുണ്ടല്ലോ ബന്ധത്തിന്. അതാണല്ലോ അതിന്റെ അർത്ഥം. ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത്. അപ്പൊ എന്നെ കാണിച്ചു തരുന്നില്ല. ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. ജാസി സർജറി ഓളാണ് കെയർ ചെയ്യുന്ന ആള്. അപ്പൊ ഓള് കാണുന്നത് കൊണ്ട് പിന്നെ വേറെ ആര് കണ്ടാലും കുഴപ്പമില്ല. കാരണം ഓള് കാണുന്നുണ്ടല്ലോ അല്ലെ? പൊന്നാന ജാസിയെ, എനിക്ക് എന്നോട് പറയാനുള്ളതാണ്, ഈ നാട്ടുകാരെ മുഴുവൻ ഒഴിവാക്കിക്കോ, ഇവളെ ചെന്ന് സൂക്ഷിച്ചോ. ഇത് ആശിനിയും കൊണ്ട് പോകും. ആശി ഗേ എന്നും പറഞ്ഞ് നടക്കുകയല്ലേ ഇപ്പൊ ഇജ്ജ്. അനക്ക് പോലും അറിയാം ആശി ഗേ അല്ല എന്നുള്ളത്. പണ്ടിച്ച് പറഞ്ഞില്ലേ, ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇനി ഇല്ല. ഞാൻ ഒഴിവാക്കി. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ. അവർ രണ്ടുപേരും ബെഡ്റൂമിൽ ഇരിക്കുന്നത്, അവർ ഒരു ബെഡിൽ കയ്യോടെ പിടിച്ചു ഞാൻ. ഇതൊക്കെ ജനല വന്ന് ഇങ്ങനെ വളമ്പീന്ന് ഇവിടെ. മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ആശി ഇപ്പൊ എന്റെ പിന്നാലെ ഗേന്നും പറഞ്ഞു കൂടി എന്ന് ഇജ്ജ് പറയുമ്പോ അത് ഞങ്ങള് തൊടാതെ ഞങ്ങൾ അങ്ങോട്ട് വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല മകനെ. ഇവളെ സൂക്ഷിച്ചോ. അത് ഇപ്പൊ അടുത്തന്നെ ഞമ്മക്ക് കാണാം. ഇതുകൂടി കേട്ടോക്കെ. കീറി നോക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം വേദന അവർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ വേദനകൾ ഈ നിമിഷം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ പറയാം. അവരുടെ വേദനയാണ് അവരത് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ്
അവരുടെ ശരീരമാണല്ലോ വെട്ടി വെച്ചിരിക്കുന്നത്, ഈ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റേതായ വേദനകളും പ്രശ്നങ്ങളും അവർക്ക് കാണും. അപ്പൊ അവരങ്ങനെ അതെ, ഞങ്ങക്ക് വേണ്ടിയിട്ടാണല്ലോ ഓൻ ഇത്രയും വലിയ ത്യാഗം സഹിക്കണേ, അല്ലെ? ഒരു പെണ്ണും കെട്ടിയിട്ട് രണ്ടാമതിയാപ്പിളിയും കഴിഞ്ഞ് അണിമൂണും കഴിഞ്ഞിട്ടാണ് ഓന് പെണ്ണായത്. അതുവരെ ഇജ്ജൊക്കെ എവിടെ ഇരുന്നു? ആ പെണ്ണിന്റെ ജീവിതത്തിനോ അതല്ലെന്നുണ്ടെങ്കിൽ ആ ആഷിയുടെ ഉമ്മാടെ ജീവിതത്തിനോ ഒന്നും ഒരു വില അല്ല, അല്ലെ? രണ്ട് സ്ത്രീകളുടെ ഒരു പുരുഷന്റെ ലൈഫ് കൊണ്ടാണ് ഈ നാറി കളിച്ചത്, മനസ്സിലായോ? എന്നിട്ട് അവനൊക്കെ വെളുപ്പിക്കാൻ നടക്കണ അന്റെ ക്വാളിറ്റി എന്താന്ന് നമ്മക്ക് ഊഹിച്ചാ അറിയാവുന്നുള്ളൂ. കഴിഞ്ഞിട്ടില്ല, അജ്ജ് പോകരുത്, എനിക്ക് ഞാൻ തരാം. കുറ്റിപ്പുറങ്കാക്കാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കടന്നിട്ടേ മെഴുകുന്ന അമ്മച്ചിനോടാ പറയണത്. ഈ കുറ്റിപ്പുറങ്കാക്കാക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടോക്കെ. അതാ, ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് കുളിപ്പിക്കാന്ന്? മരിച്ചു കഴിഞ്ഞാൽ ആര് കുളിപ്പിച്ചാൽ എന്ത്, ആര് കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത്, അങ്ങ് മരിച്ചു പോവാം, അത്രേ ഉള്ളൂ. പിന്നെ കുറെ കേൾക്കുന്നത് ജാസി ഇനി പെണ്ണുങ്ങളെ ബാത്റൂമിലാണ് കയറി. എന്തൊക്കെ ചോദ്യങ്ങളാണ്! ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസി. ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന വ്യക്തിയല്ല, പുറത്ത് പോയ ടോയ്ലറ്റിലാണ് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇല്ല, ഒരു റോഡിന്റെ അരികിൽ ഇരുന്ന് തൂറല. ഓനോടൊന്നും അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. എന്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റേ മെയിലിന്റെ ആണോ അതോ ഫീമെയിലിന്റെ ആണോ, ഏതാണ് മറ്റേ ടോയ്ലറ്റ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ മരിച്ചാര ഭയങ്കര ദീനിയല്ലേ. ഓന്റെ അത്ര ദീന് വേറെ ആർക്കും ഇല്ല. ഓന്റെ വിചാരം മറ്റേ ഫറൂഖ് പാലാണ് സിറാത്ത് പാലെന്നാണ്, അങ്ങോട്ട് ഓടാന്നാണ്. അപ്പോ അതിനെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര ധാരണ. അത്ര ധാരണ മൗല്യന്മാർക്കും കൂടി ഇല്ല. അജാതി അറിവ് ഓനിക്ക്. ഓനൊക്കെ ദീനിന്റെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അള്ളാ, അന്ന് പറയാതിരിക്കാൻ നല്ലത്. അത് പോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനതല്ല പറയണേ. ഓൻ ചോദിച്ചില്ലൊരു മറുപടി. എന്ത് ഓന് മറ്റേ മരിച്ചു കഴിഞ്ഞാൽ ആര് കുളിപ്പിക്കും എന്നുള്ള എന്തൊക്കെ അറിയണ്ടേ. ഓൻ്റെ ഒളഞ്ചട് വെച്ചു കയ്യ്. എന്നാ അതിന് ഉത്തരം എനിക്കില്ല. ഓനിക്ക് അതിന് മാന്യമായിട്ട് ഇന്നെ മരിച്ച, അല്ലെങ്കിൽ ഞാനില്ല ഇന്നെ മരിച്ചാ കുളിപ്പിച്ചണ്ട, അല്ലെങ്കിൽ എവിടെയോ കുളിച്ചിട്ടില്ലേ. മറ്റേ ആ തെർമോക്കോള് വെച്ചിനാ ഓൻ ഒരാഴ്ച കുളിച്ചിട്ടില്ല. ആശയാണ് എനിക്ക് കയ്യ് മറ്റേ പൊക്കാൻ പറ്റാഞ്ഞിട്ട് ആശയാണ് അവിടെ മറ്റേ കൊടുന്ന് വെച്ച് പിടിപ്പിച്ചു തരുന്നത്, ഇന്റെ മുടി വാരുന്നത് ആശയാണ് എന്നൊക്കെ പറഞ്ഞ ഓനിപ്പോ മരിച്ച സമയത്ത് ഇപ്പൊ മണ്ടി പോയി കുളിച്ചാൻ നിൽക്കുക. ഓനെ കുളിപ്പിച്ചാലെന്താ, കുളിപ്പിച്ചില്ല എന്ത്? ഓന്റെ ആൾക്കാരും കൂടി ഇല്ല കുളിപ്പിച്ചാൻ. അതാ അതിൽ ഏറ്റവും വലിയ കോമഡി. മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആണോ പെണ്ണോ ഇതിൽ ഒരാളെ കുളിപ്പിക്കുള്ളൂ. ഇതിപ്പോ രണ്ടും തൊടാൻ പറ്റൂലല്ലോ. അരക്കുന്ന കീപ്പെട്ട് പെണ്ണും അരക്കുന്ന കീപ്പെട്ട് മറ്റേ ആണും. ഇതിലിപ്പോ ആരെ കുളിപ്പിച്ച? ഇങ്ങനെ ഒരാളെ കിട്ടണ്ടേ ഇതിനെ കുളിപ്പിച്ചാനായിട്ട്. അതുകൊണ്ട് കുളി നനയൊക്കെ നമുക്ക് അവിടെ വെക്കട്ടെ. ബാക്കിയുള്ള ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും മോനിക്ക് നേരെ ഉത്തരമില്ല. ഇപ്പൊ ബാത്റൂം എങ്ങനെയാണ് ഈ പോകല്, ആണിനാണോ പെണ്ണിനാണോ എങ്ങനെയാണ് നിങ്ങൾക്ക് പോകലെന്ന് ചോദിച്ചാൽ ഓൻ പറയണേ എന്തൊക്കെ പറയണ്ടേ. അപ്പൊ ഓൻ പറയും എന്തൊക്കെ പറയേണ്ടത്. ഞാന് പമ്പില് പോകുമ്പോ മറ്റേ ആണിനും പെണ്ണിനും ഒന്നല്ലേ ഉള്ളൂ. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും രണ്ട് കൂട്ടർക്കും, അതായത് ആണും പെണ്ണിനും കഴിഞ്ഞിട്ട് പിന്നെ ജാസിന്ന് എഴുതിയിട്ട് വേറെ ടോയ്ലറ്റും കൂടി വേണമെന്നാ പറയുന്നത്, മനസ്സിലായോ? അതായത് ഇവന്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവൻ സ്വയം നടക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായമല്ല. ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇനി ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുവരണം. പുതിയത് എന്ത് നല്ല മോട്ടിവേഷൻ അല്ലേ ഇപ്പൊ കൊടുക്കണത്. എന്നിട്ട് പറഞ്ഞ പറയുന്നോനിക്ക് അസൂയ, കുശുമ്പ്. മറ്റോളെ പിന്നെ അലൻ ജോൺസ് പെരേര ആട്ടി വിട്ടതാ. അപ്പൊ ഓളെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമ്മക്ക് അറിയാലോ, അല്ലെ? എത്ര ചളിന്നാണ് അത് കേറി പോന്നിട്ടുണ്ടാകുക എന്നുള്ളത്. ഓളിപ്പോ ബാക്കിയുള്ള ഊക്കാൻ വന്ന് നിക്കുക. അതിനൊക്കെ ഓള് വളർന്നു നിൽക്കണല്ലോ, അല്ലെ? കേട്ടോ, അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാന്നുണ്ടെങ്കിൽ വല്ല എന്താണ് പമ്പിലൊക്കെ പോകുമ്പോ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ആണെന്നായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സെൽഫിയെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിൽ ഏത് ടോയ്ലറ്റ് കയറാനും കുഴപ്പമില്ല, നമ്മൾ ഒരാളല്ലേ ഉള്ളൂ അതിനുള്ളില്. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇല്ലേ ഞങ്ങളൊക്കെ പിന്നെ 4-5 ആൾക്കാരായിട്ടാണ് കേറിപ്പോക്ക, മനസ്സിലായോ? സംഭവം എവിടെയും കേറാൻ കോലല്ലേ. എല്ലായിടത്തും ആട്ടൽ തന്നെയാണ്. പക്ഷെ എനക്കതിലും മെനയാണില്ല. ഇജ്ജ് വെറും ഉണ്ടാവന്നെ. ഉണ്ടാവൻ മീൻസ് ഈ ബിരിയാണി ചെമ്പിന്റെ ഒരു ഇതില്ലേ, ആ സാധനം തന്നെ. അതേമാതിരി സാധനം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏത് കണ്ണോട്ടനായാലും ശരി, കുറച്ച് കാഴ്ച ഉണ്ടെങ്കിൽ പറയും. ഏതാ ചെങ്ങായിന്നാ ചോദിക്കുള്ളൂ. അന്നൊരു പെണ്ണായിട്ടൊന്നും വരെ ആരും കൂട്ടില്ല. ഇനിയിപ്പോ ഇത് ഞാൻ അസൂയേണ്ട് പറയാക്കാരം, അല്ലെ? എടാ ചെങ്ങായി, ഈ താടിയും മീശയും ഇങ്ങോട്ട് വടിച്ചു കളഞ്ഞിട്ട് കുറച്ച് മേക്കപ്പ് ഇട്ടാണ്ടല്ലോ, ഇപ്പുറത്തേക്കാണ് മാറിക്കുണ്ട്. എനിക്കറിയാഞ്ഞിട്ടാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയൊരു സംഭവമാണെന്നുള്ളത് ഇജ്ജ് സ്വയം വിചാരിക്കരുത്. മനുഷ്യന് ജന്മനാ കിട്ടുന്നതും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഹോർമോൺ കുത്തിയേക്കുന്നതും രണ്ടും രണ്ടാണ്. എന്നിട്ട് ഇജ്ജിപ്പോ മറ്റുള്ള ഇന്റർവ്യൂക്ക് പറഞ്ഞാച്ചിക്ക എന്നെ സപ്പോർട്ട് ചെയ്യാ, എന്തായാലും കൊള്ളാം കേട്ടോ. ഇതാ ഓന് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് കജ്ജി വെക്കാൻ പറ്റാത്ത ഓനാ കേട്ടോക്ക. ഓനിക്ക് എങ്ങനെയൊക്കെയാ നെഞ്ഞ് കുളിക്കണ്ടെന്ന് അറിയണില്ല.
ആ എവിടേക്ക് ഓടിപ്പോവില്ല ഞമ്മള്. ആ കാലുമ്മ വീണൊന്ന് മാപ്പ് ചോദിച്ചിട്ട് തിരിച്ചു വരാം. ഒരുപാട് കിനാവ് കണ്ടതാ യാമിനി അബ്ദു. കുട്ടിയോടും കുടുംബമൊക്കെയായി ഒരുമിച്ച് കയ്യാന്ന് കിനാവ് ഒരുപാട് കണ്ടത്. ഓൻ ഒരുപാട് കിനാവ് കണ്ടുക്കുണുത്രേ. ഏത് കുട്ടികളും കെട്ടിയനൊക്കെ ആയിട്ട് ഒരുപാട് കിനാവ് കണ്ടവനാണെന്ന്. കള്ള പന്നി അന്റെ ബന്ധുക്കാർ ഇത് കാണുന്നുണ്ടാവും. അന്നൊക്കെ നമ്പിയിട്ട് ആ പെണ്ണിനെ പണ്ട് കെട്ടിച്ചന്നില്ലേ. ഇതിപ്പോ ഇജ്ജൊരു പാവാടിയും ചെമ്പറും ഇട്ട് വന്നിട്ട് ഒരുപാട് കിനാവ് കഞ്ചിട്ട് അന്റെ കിനാവൊക്കെ പാടെ അന്റെ ഒരു കിനാവും മകനെ മലയാളികളെടുത്ത് നടക്കൂല. ഇജ്ജ് ഉട്ട യൂയിക്കന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും മെനയാകുമെന്ന് നോക്ക്. കേരളത്തിൽ നടക്കൂല. കേരളത്തിൽ അന്റെ കമ്മ്യൂണിറ്റിക്ക് തന്നെ വേണ്ട. പിന്നെ എന്ത് കിനാവാജ് കണ്ടു? ഏത് വാപ്പാനോട് വെച്ചിട്ടാ കിനാവ് കണ്ടു? ഇജന്റെ വാപ്പ മരിച്ചോളം മറ്റേ നല്ല ആണായിട്ട് നടന്നീന്നല്ലേ. അന്റെ വാപ്പന് മരിച്ചോടുകൂടെ പിന്നെ പെട്ടെന്നൊരു കിനാവും കൊണ്ട് ഇവിടുന്ന് വന്ന് ഒരു പെണ്ണിനെ മറ്റേ എല്ലാ പേരും ജൂരും ആക്കിച്ചിട്ട് ആശിരമ്മയുടെ ഗതി എന്താന്നുള്ളതൊന്ന് അന്വേഷിച്ചൊക്കെ നിലക്കൊക്കെ കേട്ടോ. ഇങ്ങനെ കൊടുന്ന് നക്കാൻ കൊടുത്തിട്ട് കാര്യമില്ല. അതൊരു ഉമ്മയാണ് അതിനെ പ്രസവിച്ചത്. അതൊക്കെ ഇടക്കൊന്ന് ഓർമ്മ വേണം. അന്റെ ഉമ്മയുടെ മാതിരി അല്ല ലോകത്തെ എല്ലാ ഉമ്മാരും. അത് ഇജ്ജ് മനസ്സിലാക്കണം. എന്ത് തമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കണ തള്ളാരിഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒരാ ഉമ്മയാണ് അന്റെയാണെന്ന് ഞങ്ങക്ക് മനസ്സിലായി. അതല്ലെങ്കിൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലെ പ്രസവിച്ച ഒരു ഉമ്മ തന്നെയാണ് അത്. അതിനെ വെച്ചിട്ട് നീ ഈ കോപ്രായം കാണിക്കരുത്. അതിന്റെ അടുത്തേക്ക് വിടുകയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനെങ്ങനെ? എന്റെ ഭർത്താവല്ലേ അല്ലേ? അനക്കിപ്പോ നിലവിൽ എത്ര ഭർത്താവ് ഉണ്ടായിരുന്നു? അനക്ക് ദുബായി ഇതിന് മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങടും ഇങ്ങടും ഇല്ലാതായി. ഇവനാണ് കിട്ടിയപ്പോ ഇവനിക്ക് വിയർപ്പിന്റെ അസുഖം കൂടി കൊണ്ട് ആയപ്പോ സെയിം ആയി. കുറ്റിപ്പറങ്ങാക്ക മാക്സിമം കളിച്ചു വയ്ക്കണു. അതിന്റെ ഉദാഹരണമാണ് ഇതാ. നിങ്ങൾ കണ്ട വീഡിയോ തന്നെ ഞാൻ കാണിച്ചിരുന്നു കൂടി. ഇതാ എന്റെ വളഹാഫ് പരിപാടിയും എന്റെ റൈറ്റും എന്താ പറയാ റൈറ്റുമില്ല മാപ്പിയും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നിങ്ങൾ കാണണം. ഞാൻ അമ്മയാകും വൈകാതെ നിങ്ങൾ എല്ലാവരും അത് കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ആന്റി ഓന അമ്മയാവത്രേ. നാട്ടില് തൂർണോലൊക്കെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ എത്ര അമ്മയായിക്കൂന്ന് വെച്ചിട്ടാ. അനക്ക് ഇജ്ജൊക്കെ അനൊക്കെ ശരിക്കും പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യണം. മനസ്സിലായോ? ജാതി തമ്മാടിത്തരങ്ങള്. ഒരു പെണ്ണ് എന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം. അതിനെങ്ങനെ 2 പെങ്ങന്മാരുണ്ട്. ഓലെ കെട്ടിച്ചു വിട്ടു. പിന്നെ ഉമ്മ മറ്റേ ഫുള്ള് സപ്പോർട്ടും. അതിന്റെ അടിയിൽ എന്ത് പെണ്ണിന്റെ വില അറിഞ്ഞോനല്ലേ ഇജ്ജ് സ്പർശന സുഖത്തിനെന്നും പറഞ്ഞ് രാവിലെ ഈ മറ്റേ വളഞ്ചൊളഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ടൗണിക്ക്. കണ്ടോലൊക്കെ അവിടെ ഇവിടെയും തോണ്ടാനും പിടിച്ചാനും. എന്നിട്ട് ഓപ്പ പറയാൻ നിൽക്കാത്രേ. ഓനെ അമ്മയാവും കണ്ടോളിന്ന്. ഓൻ എത്ര മറ്റേ ധൈര്യത്തോടെയാണ് അത് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയണേ. അതൊന്നും ഈ അമ്മച്ചി കാണുന്നില്ലാവോ? അപ്പൊ ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാലാണ് ഓലാണ് ഏറ്റവും വലിയ മോശക്കാര്. കേക്കണം. ഇതാ കണ്ടോ? ഇവിടെ നോക്ക. ഒന്നിനാത്തരം പോന്ന കള്ളപ്പന്നിയാണ്. സ്വന്തം ഉമ്മാക്ക് ചെലവിന് കൊടുക്കണ്ടേ. ഇരിക്കണ വാടകപ്പേരക്ക് വാടക കൊടുക്കണ്ടേ. മരുന്ന് വാങ്ങിക്കൊടുക്കണ്ടേ. ഓനൊരു കാക്കാടെ പിന്നാലെ. ഓന്റെക്കാളിൽ 5-8 വയസ്സ് അധികമുള്ള ഒരു കാക്കാനി നോക്കിയും കൊണ്ടാ നിക്കണത്. ആലോചിച്ച് നോക്കണം. കാണുമ്പോ തന്നെ അറപ്പാവുള്ളൂ. എന്താ അറിയില്ല. എനിക്ക് പറ്റുന്ന കാണുന്നതിന് അറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും 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 ട്രോളുന്നത്. ഇവര് നമുക്ക് അംഗീകരിക്കാൻ എന്തെങ്കിലും ന്യായം വേണ്ടേ? ഇവൻ ഒരു ഉസ്താദിനെയും വിളിച്ചിട്ട് ഉസ്താദ് എന്റെ അമ്മയുടെ പേര് ജമീല, ഓന്റെ അമ്മയുടെ പേര് ഖദീജ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നാക്കാൻ പറ്റുമോ? അതിനിപ്പോ എന്താ ഒന്നും കൂടി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല എന്താ പറയാ മാട്ടും മാറണൊക്കെ പാടെ ചെയ്തിട്ട് ഓനങ്ങിട്ട് വരുത്തിയതാ. എന്നിട്ട് പറയാം ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലാണ്, ഞാൻ പൂർണ്ണ പെണ്ണായിക്കണു. എന്റെ പൂർണ്ണ പെണ്ണിതാ കണ്ടോ? കണ്ടോ? ഒന്നും ഓനക്ക് അറിയാത്തതില്ല, എല്ലാം ഓനക്കറിയും. പക്ഷെ എന്താ അറിയോ, ഒക്കെ അറിയാത്ത മാതിരി നടന്നാലേ ഇപ്പൊ കാര്യമുള്ളൂ. ഇവന്റെ ഗർഭത്തിന്റെ കഥ ആദ്യം പുറത്തു വിട്ട ആള് ഞാനാ. അത് നിങ്ങൾക്ക് അറിയോ? ഇപ്പോഴൊന്നും അല്ല, കുറച്ച് മുമ്പാ. ആ വീഡിയോ അത്യാവശ്യം നല്ല വൈറലാവും ചെയ്തിരുന്നു. ഇവനൊരു പച്ചമാങ്ങയുടെ ഒരു കഥ പറഞ്ഞിരുന്നില്ലേ? ഇതാ എല്ലാ തൊട്ടടുത്തുള്ള മാങ്ങ നല്ല മാങ്ങ
ആഷിത തോട്ടെടുത്തിട്ട് മാങ്ങ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ആ ഞങ്ങളൊക്കെ മൂടോണ്ട മാങ്ങ പറിക്കല്ലോ. തോട്ടിയോണ്ടല്ല പറിക്കണത്. വലിയ അതിശയം തന്നെ. അന്ന് ഈ മാങ്ങ ചോദിച്ചത് എങ്ങനെയെങ്കിലും കണ്ടോ? അച്ഛേ മാങ്ങ വേണം. അപ്പൊ ഓന് കംപ്ലൈന്റ് ഒന്നും വേണ്ട, പരാതി ഒന്നും കേക്കണ്ട, ഇതപ്പൊ പൊട്ടിച്ചാലാ അത് ചെല്ല. അതല്ലെങ്കിൽ വൈകുന്നേരം കൂലി കിട്ടൂലേ. അത് ഓനിക്ക് നല്ല ബോധ്യമുണ്ട്. മറ്റേത് ഇങ്ങനെ എണ്ണി ഇങ്ങനെ കൊടുക്കല്ലേ വൈകുന്നേരം ആകുമ്പോഴത്തിന്. ഇത് ബംഗാളികളെ കൂലി കൃത്യമാരിയാണ്, നിങ്ങൾക്ക് അറിയാനിട്ടാണ്. പക്ഷെ മുങ്ങും. മിക്കവാറും ഈ അമ്മച്ചിനായിട്ട് മുങ്ങും. കൺട്രോളുണ്ട്. മോനിക്ക് എവിടെയാണ് ബെനിഫിറ്റ് കൂടുതൽ അവിടെ കൊണ്ട് മുങ്ങും. അത് നമുക്ക് വഴുകാതെ കാണാം. തീർന്നിട്ടില്ല. ഇവനെ കുറിച്ച് കുറച്ചും കൂടി ഉണ്ട്. ഞാനെന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് സമയമല്ല. പോയിട്ട് എന്തൊക്കെ തിരക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നാ പിന്നെ വരാം കേട്ടോ. ഓക്കെ ശരി എന്നാ.